പ്രേമചന്ദ്രൻ, NK പ്രേമചന്ദ്രൻ, കൊല്ലം MP, കോൺഗ്രസിലെ MP. ഈ വ്യക്തി ഇപ്പോൾ സംഘിപ്പട്ടം സ്വീകരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ BJPയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ കൊങ്ങികളും അതോടൊപ്പം തന്നെ കമ്മികളും ചേർന്ന് പ്രേമചന്ദ്രന്റെ തലയിൽ ഇപ്പോൾ BJP പട്ടം ചാർത്തി കൊടുക്കുന്ന തരത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. അതിന് പ്രേമചന്ദ്രൻ തന്നെ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി തുറന്നടിച്ചിരിക്കുകയാണ്. റെയിൽവേയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വികസനമാണ് നടക്കുന്നതെന്ന് കൊല്ലം MP ആയിട്ടുള്ള NK പ്രേമചന്ദ്രൻ തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയം മാറ്റിവെച്ചാണ് ഇത് പറയുന്നതെന്നും കേരളത്തിലും രാജ്യത്തും അനിതര സാധാരണമായ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമായി നിർമ്മിച്ച മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉദ്ഘാടനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രേമചന്ദ്രൻ. ഈ സമയത്താണ് പ്രേമചന്ദ്രൻ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ചുകൊണ്ട് മോദി സർക്കാർ ചെയ്യുന്ന വികസന നേട്ടങ്ങളെ കുറിച്ച്, റെയിൽവേയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വികസനമാണ് ഇപ്പോൾ മോദി സർക്കാരിന്റെ കാലത്ത് ഉണ്ടാകുന്നതെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, കോൺഗ്രസ് കാലഘട്ടത്തിൽ നടന്നതിന്റെ ഇരട്ടിയാണ് ഇപ്പോൾ മോദി സർക്കാരിന്റെ ഈ ഒരു സമയത്ത് റെയിൽവേയിൽ നടക്കുന്ന വികസനം എന്നുള്ളത്. കോൺഗ്രസിലെ തന്നെ ഒരു MP ആയിട്ടുള്ള MK പ്രേമചന്ദ്രൻ തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ സമ്മതിച്ചിരിക്കുന്നു. ഇതിനുശേഷം പ്രേമചന്ദ്രനെതിരെ സ്വന്തം പാർട്ടിക്കാരായിട്ടുള്ള കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള എതിർപ്പുകൾ പല രീതിയിൽ പ്രകടമാണ്. അതായത് പ്രേമചന്ദ്രൻ ഇപ്പോഴെന്നല്ല, ഇതിനു മുന്നേയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രേമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രേമചന്ദ്രനും ശശി തരൂരുമാണ് കോൺഗ്രസിനുള്ളിൽ നിന്നും BJP ഏജന്റുമാരായി വർക്ക് ചെയ്യുന്നു എന്നുള്ള തരത്തിൽ പേരുകേട്ട വ്യക്തികൾ എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന ഇടതും വലതും ചാർത്തിക്കൊടുത്ത പേരുകൾ തന്നെ എന്ന് വേണം എടുത്തു പറയാനായിട്ട്. അതായത് ഇവർ കോൺഗ്രസിനുള്ളിലാണ്, പക്ഷെ എപ്പോഴും BJPയെ അനുകൂലിച്ചുകൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടുമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും പറയുന്നത് എന്ന്. പ്രേമചന്ദ്രന്റെ ഈ ഒരു പറച്ചിലൂടെ തന്നെ കോൺഗ്രസിന് അത് മുഖത്തടിയേറ്റ കണക്കായി പോയി കാര്യം എന്നുള്ളതും വ്യക്തം തന്നെയാണ്. കാരണം തൊട്ടതിനും പിടിച്ചതിനും കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും പ്രേമചന്ദ്രന്റെ ഈ വാക്കുകളിലൂടെ ഇപ്പോൾ മിണ്ടാട്ടം മുട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. എന്നാൽ പ്രേമചന്ദ്രൻ ഇത് പറഞ്ഞതിന് പിന്നാലെ പ്രേമചന്ദ്രന് സംഘിപ്പട്ടം ചാർത്തി കൊടുത്തിരിക്കുകയാണ്. ഇനി BJPയിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസിൽ നിന്നായാലും ഈ പറയുന്ന തോതിൽ പ്രേമചന്ദ്രനായാലും ശശി തരൂരായാലും സത്യമായിട്ട് തന്നെ വിളിച്ചു പറയാനുള്ള തന്റെ ഇടം കാണിക്കുന്ന രണ്ട് MP എന്നുള്ളത് വ്യക്തമാണ്. സുരേഷ് ഗോപി തന്നെ, അതായത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള BJP MP ആയിട്ടുള്ള സുരേഷ് ഗോപി തന്നെ പറഞ്ഞൊരു കാര്യം, പ്രേമചന്ദ്രൻ ഇത് പറഞ്ഞതുകൊണ്ട്, അതായത് വികസന കാര്യങ്ങളിൽ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് പ്രേമചന്ദ്രൻ MPയെ അരസംഘി എന്നും മുക്കാൽ സംഘി എന്നും വിളിക്കേണ്ടതില്ലെന്ന് സുരേഷ് ഗോപി തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയപരമായ ശക്തമായ എതിർപ്പുകൾ ഉണ്ടെങ്കിലും വികസന കാര്യത്തിൽ സർക്കാരിനൊപ്പം നിൽക്കുന്നവരാണ് NK പ്രേമചന്ദ്രനും ശശി തരൂരുമെന്നും സുരേഷ് ഗോപി തന്നെ തുറന്നു പറഞ്ഞിരിക്കും. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇതൊന്നും തന്നെ കോൺഗ്രസിന് അത്രത്തോളം ദഹിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. ഒന്നാമത് ശശി തരൂർ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശശി തരൂരിനോട് വളരെ വലിയ തോതിലുള്ള എതിർപ്പുകൾ കോൺഗ്രസിൽ നിന്ന് പല ഭാഗത്തു നിന്നുണ്ട്. അവസാനം ശശി തരൂർ മറുകണ്ഠം ചാടുമെന്നായപ്പോഴത്തേക്കും കോൺഗ്രസ് ഒന്ന് അയഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതിനിടയിലാണ് ഇപ്പോൾ പ്രേമചന്ദ്രന്റെ കൂടി ഒരു കടന്നുവരവ് എന്നുള്ളത് ആകപ്പാടെ തലവേദന ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കോൺഗ്രസിൽ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ്.